ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. The name of the Lord Jesus be glorified. യേശു മസീഹയുടെ നാമം ഇത് മഹത്വപൂർണ്ണമാണ്. സ്തോത്രം. ഈ ഒരു സമയത്ത് നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. इस दिन में हमारा यीशु मसीह हमको एक नया दिन दिया, इसके लिए परमेश्वर को हम स्तुति करें. ആമേൻ. സ്തോത്രം. എല്ലാവർക്കും കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്താൽ വന്ദനം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. നമ്മൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഇവിടുത്തെ ഒരു പ്രാർത്ഥനയും പ്രോഗ്രാമും എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. We have prepared all this program here for this Christmas day to celebrate Christmas. ഇതിന്റെ അകത്ത് ആമേൻ കടന്നു വന്ന എല്ലാവരോടുള്ള ദൈവിക വന്ദനത്തെ അറിയിക്കുകയാണ്. मैं इज्जत से आपको पूरा धन्यवाद देता हूँ. आप आले में आए. ലൂക്കോസ് സുവിശേഷം 2-ാമത്തെ അധ്യായം. ദയവായിട്ട് എല്ലാവരും വചനത്തിന് മുമ്പിൽ ശ്രദ്ധയായിട്ടിരിക്കുക, അലസരായി മാറരുത്. ലൂക്കോസ് സുവിശേഷം 2-ാമത്തെ അധ്യായം സ്ക്രീനിലും വരണം. So let's take the book of Luke, chapter 2, as we're going to listen to the word of God for some time. Let's put all the concentration to the word of God. കൂടി വന്നതിന്റെ ഉദ്ദേശമാണ് നമ്മൾ പറയാൻ പോകുന്നത്. நாம் எதுக்கு ஒன்றாக வந்தோமோ அதை பற்றி நாம் பேசுவோம். ആമേൻ. സ്തോത്രം. ഈ മലയാളം മാത്രം അറിയാവുന്ന കൈവണ്ടിക്ക് எத்தனை பேர் கேட்கிறீர்கள்? எனக்கு மலையாளம் மட்டும்தான் தெரியும். ആമേൻ. സ്തോത്രം. ഓക്കേ. ലൂക്കോസ് 2-ാമത്തെ അധ്യായം ഇവിടെ യേശുവിന്റെ ജനനത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന വലിയൊരു ചരിത്രം തന്നെയാണ്. The Luke chapter 2 talks about the birth of our Lord and Savior Jesus Christ. അതിന്റെ 8-ാമത്തെ വാക്യം എഴുതി വെച്ചിരിക്കുകയാണ്. इसका 8वें वचन में लिखा है, അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രി ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. वो दिन में वो रात में गुरुओं के लोग वो रात में उधर था. ആദ്യത്തെ കരോള് തുടങ്ങുന്നത് യേശുവിന്റെ ജനനത്തിൽ. முதல் கரோல் எங்க ஸ்டார்ட் ஆகிறது? இயேசுவின் பிறப்பு. അത് നമ്മുടെ മറ്റേ ഡ്രമ്മും സ്പീക്കറും കൊണ്ടല്ല, ഒന്നാമത് ദൂതന്മാര് സ്വർഗത്തിൽ നിന്ന് താഴോട്ട് വന്നിട്ടാണ് ഈ കരോള് തുടങ്ങിയത്. It is not through drums or giggles or other things that the carols has been started. The first carol has been started by the angels of the Lord that came to worship them. ആ വിശ്വോത്തരം 100, 1000, 10,000 കണക്കിന് ദൂതന്മാർ ഒരുമിച്ച് വന്നു നിന്ന് അവർ ഒരുമിച്ച് വാഴ്ത്താനും പാട്ടുപാടാനും തുടങ്ങി. ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നു. 100,000 से देवदूत लोग वो दिन में हमारा परमेश्वर यीशु मसीह का जन्म से परमेश्वर को महिमा करने के लिए ये भूलोक में आए. ಲೂಕನ ಬರೆದ ಸುವಾರ್ತೆ 2ನೇ ಅಧ್ಯಾಯದ 8ನೇ ವಾಕ್ಯದಲ್ಲಿ ಮೊದಲ ಕರೋಳು ನಡೆದದ್ದು. ಆಮೇಲೆ ಕರ್ತನ ಯೇಸು ಸ್ವಾಮಿಯ ಆಮೇಲೆ ಆ ಸಮಯದಲ್ಲಿ ಯೆರೂಸಲೇಮಿಗೆ ಹೋಗುವಂತಹ ಪ್ರಯಾಣದಲ್ಲೇ ಆಗಿತ್ತು. യെശയ്യാ പുസ്തകം 9-ാം അധ്യായത്തിൽ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്, അവൻ അത്ഭുത മന്ത്രിയാണെന്ന്. The book of Isaiah chapter 9 it says he is a wonderful God. ಯೆಶಾಯನ ಬರೆದ ಪ್ರವಾದನ ಗ್ರಂಥ 9ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಹೇಳುವಂತದ್ದು ಯೇಸು ಸ್ವಾಮಿ ಅದ್ಭುತ ಕೃತ್ಯನಾಗಿದ್ದಾನೆ. യേശുക്രിസ്തു അതിശയമാണ്, അത്ഭുതമാണ്. அந்த ஐசாயா வசனத்தில் சொல்கிறது அவர் அதிசயமானவர். ಯೇಸು ಸ್ವಾಮಿಯು അതിശയമുള്ളവനാಗಿದ್ದಾನೆ. ആ കർത്താവിന്റെ പ്രവചനം ഈ പുതിയ നിയമത്തിൽ എത്തിയപ്പോഴത്തേക്ക് പറയുകയാണ്, ദൂതന്മാർ ഒരുമിച്ച് വാഴ്ത്തുകയാണ്, ഇത് അത്യുന്നതങ്ങളിൽ ഇവന് മഹത്വം എന്നുള്ളത്. वो नया नियम में वो वचन आने के कारण यीशु मसीह कौन है? वो देवदूत लोग क्या बोलते हैं? वो महिमा करने वाला, चमत्कार करने वाला मसीहा है. ಈ ಅದೇ ಕರ್ತನ ಹೊಸ ಒಡಂಬಡಿಕೆ ಬಂದಾಗ ಹೇಳುವಂತದ್ದು ಮಹೋನ್ನತಗಳಲ್ಲಿ ದೇವರಿಗೆ ಮಹಿಮೆ ಎಂಬುದಾಗಿ. ആമേൻ. സ്തോത്രം. ഇവിടെ ആമേൻ കർത്താവിന്റെ ദൂതൻ അവരുടെ ചുറ്റിനും അവൻ വെളിയിൽ കിടന്ന വിദ്വാൻമാരുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുവാനിടയായി. So what this Jesus and his angels and everyone came before the three wise men that came there. ശ്രദ്ധിച്ചോടെ, കർത്താവിന്റെ തേജസ് അവരുടെ ചുറ്റും ഒന്ന് മിന്നാനിടയായി. And the glory of the Lord shine upon. ആമേൻ. സ്തോത്രം. അവർ പെട്ടെന്ന് ഭയമുള്ളവരായി മാറി. And suddenly they were frightened. യേശുവിന്റെ ജനനം ആമേൻ ജനത്തിന് അവിടെ കൂടിയിരുന്ന കാത്തു നിന്നിരുന്ന വിദ്വാൻമാർക്കെല്ലാം ആമേൻ വലിയ ഭയം തന്നെ ഉളവാക്കുവാനിടയായി. Even the birth of the Jesus has become a fear to the shepherds who heard about it first. ദൂതൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, യേശു വന്നിരിക്കുന്നു. And the angel of the Lord said, fear not, the Lord and Savior has been born here. ഒന്നാമത്തെ വാക്യം എഴുതി വെച്ചിരിക്കുകയാണ്. What's 10 that says? ദൈവമക്കളെ, ഇവിടെ കൂടിയിരിക്കുന്ന സകലരോട് പറയുവാനുള്ള ദൈവശബ്ദം എന്താണെന്ന് ചോദിച്ചാൽ, What is the voice of the Lord I want to share to everyone who is here? സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തു മാത്രമാണ്. What is that great tidings of great joy which to be to all people? The answer is Jesus.
ಸರ್ವ ಜನಾಂಗಗಳಿಗೂ ಉಂಟಾಗುವಂತಹ ಮಹಾ ಸಂತೋಷವಾದ ವಿಷಯವೇನೆಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ಅದು ಯೇಸು ಸ್ವಾಮಿ ಎಂಬುದಾಗಿದೆ. ಲೂಕನ ಬರೆದ ಸುವಾರ್ತೆ 2ನೇ ಅಧ್ಯಾಯದ 10ನೇ ವಾಕ್ಯ ಹೇಳುವಂತದ್ದು. ആമേൻ. സ്തോത്രം. ഇതൊരു സുവിശേഷമാണ്. It is a gospel. ഇതൊരു നല്ല വാർത്തയാണ്. It is a good news. യേശു എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. Jesus is joy, വിമോചകനാണ്. a deliverer, ആമേൻ. ശാന്തി തരുന്നവനാണ്. the one who gives rest, സ്വസ്ഥത തരുന്നവനാണ്. the one who gives peace. യേശു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തെ വിളിച്ചാൽ ശരിക്കും നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുകയാണ്. When we call and receive the name of Jesus, your life will be redeemed and delivered. അതുകൊണ്ടാണ് ദൂതൻ ആദ്യത്തെ ഗോസ്പൽ പറഞ്ഞത് ഇത് സർവ്വജനത്തിനുമുള്ള സന്തോഷമാണ്. So the angel said, it is a great good tidings I give to all men, your Lord and Savior is ആദ്യത്തെ born. ഗോസ്പൽ, ആദ്യത്തെ സുവിശേഷം പ്രസംഗിച്ചത് മനുഷ്യരല്ല, അത് ദൈവിക ദൂതന്മാരാണ്. It's not the humans who preach the first gospel, it is the angels of the Lord that preach the gospel. അടുത്തിരിക്കുന്നവരെ തൊട്ടിട്ടെന്ന് പറഞ്ഞേ, Touch the one who is nearby and say, നിനക്ക് സന്തോഷം തരാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. say to the one who is nearby, only Jesus can give you good tidings and joy in your life. கொஞ்சம் பக்கத்தில் சொல்லடா தம்பி. பக்கத்தில் இருக்கிற தொட்டு சொல்லுங்கள், உங்களுக்கு ஆனந்தமும் சந்தோஷம் தரக்கூடிய ஒரே ஆள் இயேசு கிறிஸ்து மட்டும்தான். അടുത്തിരിക്കുന്നവരെ തൊട്ടിട്ട് പറ, സന്തോഷം തരുന്നത് യേശു ക്രിസ്തു മാത്രമാണെന്ന് പറഞ്ഞേ. சொல்லுங்கள், இயேசு கர்த்தரால் மட்டும்தான் என் வாழ்க்கையில் ஆனந்தத்தை தர முடியும் என்று சொல்லுங்கள். ಪಕ್ಕದಲ್ಲಿರುವವರನ್ನ ಅವರಿಗುಂಟೆ ಹೇಳಿ ನಮಗೆ ಸಂತೋಷವನ್ನ ಕೊಡುವುದಕ್ಕೆ ಯೇಸು ಸ್ವಾಮಿಗೆ ಮಾತ್ರ ಸಾಧ್ಯ. അങ്ങനെ ഒന്നും കൂടെ കന്നഡ മക്കളും തമിഴ് മക്കളും മലയാളം എല്ലാം ചേർന്ന് പറഞ്ഞേ. சொல்லுங்கள், சொல்லுங்கள், இயேசுவால் மட்டும்தான் சந்தோஷம் தர முடியும் என்று பக்கத்தில் இருக்கிறவர்களை தொட்டு சொல்லுங்கள். ಎಲ್ಲ ಭಾಷೆಗಳೊಟ್ಟಾಗಿ ಸೇರಿ ಹೇಳುವ ನಮಗೆ ಸಂತೋಷ ಸಮಾಧಾನ ಕೊಡುವುದಕ್ಕೆ ನಮ್ಮ ಯೇಸು ಸ್ವಾಮಿಗೆ ಮಾತ್ರ ಸಾಧ್ಯ ಎಂಬುದಾಗಿ. മലയാള മക്കളെല്ലാം കൈപൊക്കിക്ക്, കേരളക്കാരെല്ലാം പറഞ്ഞേ. പറഞ്ഞ എന്റെ നിന്റെ സന്തോഷം യേശുവാണ്. ഇതിനേക്കാൾ സൗണ്ടിന് തമിഴ് മക്കൾ പറയണം. പറഞ്ഞ തമിഴ് ചൊല്ലുമ്പോ தமிழ் ஜனங்கள் சொல்லுங்கள், தமிழ் ஜனங்கள் சொல்லுங்கள், எனக்கு ஆனந்தம் தர முடிகிறது என் இயேசுவால் மட்டும்தான் என்று சொல்லுங்கள் சத்தத்தோடு. ഇനി കന്നഡ മക്കളത് പറഞ്ഞേ. ಕನ್ನಡ ಮಕ್ಕಳು ಹೇಳಿ ನನಗೆ ಸಂತೋಷವನ್ನ ಕೊಡುವುದಕ್ಕೆ ನನ್ನ ಯೇಸು ಸ್ವಾಮಿಗೆ ಮಾತ್ರ ಸಾಧ್ಯ ಎಂಬುದಾಗಿ. ಜೋರಾಗಿ ಹೇಳಿ. ಕನ್ನಡ ಮಕ್ಕಳೇ, ನಮ್ಮ ಪಟ್ಟಣದಲ್ಲಿ എനിക്കും നിനക്ക് സന്തോഷം തരുന്ന യേശു എന്ന് പറ. ನನಗೂ ನಿಮಗೂ ಸಂತೋಷವನ್ನ ಕೊಡುವುದಕ್ಕೆ ಯೇಸು ಸ್ವಾಮಿಗೆ ಮಾತ್ರ ಸಾಧ್ಯ. So all the English people say together, who can give me joy? Say, it's my Lord Jesus who can give me joy. സ്തോത്രം. ഹല്ലേലൂയ. ഇത് നമ്മുടെ സന്തോഷത്തിന്റെ സമയമാണ്. It is our joyful season. എന്നിട്ട് അവിടെ കർത്താവിനെ കുറിച്ച് പറയുന്ന അടുത്ത സംഗതി ശ്രദ്ധിച്ച്. See the next thing that says about 11ാമത്തെ വാക്യം. the word 11. മേൽദൂതനാണ്. This is the കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നമ്മൾക്കായി ജനിച്ചിരിക്കുന്നു. There is born to you this day in the city of David a Savior, which is Christ the Lord. മക്കളെ, ഇത് 25-ാം തീയതി യേശു ജനിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. We don't know whether Jesus was born on December 20th. ലോകം ഒന്നാകെ ഇതെല്ലാം വിശ്വസിക്കുകയാണ്. The entire world is believing it. എനിക്കൊരു ജനന ദിവസമുണ്ട്. I have a birthday. അങ്ങനെയാണെങ്കിൽ എന്റെ ദൈവവും മനുഷ്യനായി വന്നൊരു ദിവസമുണ്ട്. Even Jesus himself have a day of അത് birth. ഏത് ദിവസമാണെങ്കിലും Whichever day it is. ഇത് ഞാൻ വിശ്വസിക്കുകയാണ്. I believe it. ഇത് എത്ര ഹൃദയങ്ങളിൽ നിന്ന് അതൊന്ന് ഏറ്റെടുക്കുവാനിടയാകാം. How much of you receive in your heart? യേശു എന്റെ രക്ഷിതാവായി ജനിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. How much of you will boldly say, because Jesus is my Savior, so I am here. ಲೂಕನ ಬರೆದ ಸುವಾರ್ತೆ 2ನೇ ಅಧ್ಯಾಯದ 11ನೇ ವಾಕ್ಯದಲ್ಲಿ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತ ಎಂಬ ರಕ್ಷಕನು ಆಮೇಲೆ ದಾವೀದ ನಗರದಲ್ಲಿ ನಮಗೋಸ್ಕರ ಹುಟ್ಟಿದನು ಎಂಬುದಾಗಿ. ಹಲ್ಲೆಲೂಯ. ನಮಗೆಲ್ಲ ಆಮೇಲೆ ಒಂದು ಜನನ ದಿನ ಇದ್ದರೆ ಆಮೇಲೆ ನಾವು ನಂಬಬೇಕು, ನಮಗೋಸ್ಕರ ತಂದೆ ದೇವರು ಮನುಷ್ಯನಾಗಿ ಮನುಷ್ಯ ರೂಪಾವತಾರ ತಾಳಿ ಆಮೇಲೆ ಹುಟ್ಟಿದ ಒಂದು ದಿನ ಉಂಟು. ಪ್ರಪಂಚವೆಲ್ಲ ಈ ದಿನವನ್ನ ಆಚರಿಸುವಾಗ ನಾವು ಕೂಡ ಆಮೇಲೆ ಈ ದಿನವನ್ನ ನಮಗೋಸ್ಕರ ನನ್ನ ರಕ್ಷಕನು ಹುಟ್ಟಿದ ದಿನ ಎಂಬುದಾಗಿ ನಾವು ಆಚರಿಸುವವರಾಗಬೇಕು. There are two things here. യേശുവിന്റെ സന്തോഷമാണ്. First, Jesus is my joy. യേശുവിന്റെ രക്ഷിതാവാണ്. Jesus is my Savior. എല്ലാവരും ഒന്ന് പറഞ്ഞേ. Let everyone say, Jesus is my joy and Jesus is my Savior. One more time. Jesus is my joy and Jesus is my Savior. ಯೇಸು ಕ್ರಿಸ್ತನು ನನ್ನ ಸಂತೋಷವಾಗಿದ್ದಾರೆ, ಯೇಸು ಕ್ರಿಸ್ತನು ನನ್ನ ರಕ್ಷಕನಾಗಿದ್ದಾರೆ ಎಂಬುದಾಗಿ ಆಮೇಲೆ ಎಲ್ಲರೂ ಸೇರಿ ಹೇಳುವ. എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി പറഞ്ഞേ. എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി. Let all of us lift up our hands and say, ಎಲ್ಲ ದೇವರ ಮಕ್ಕಳೇ, യേശു എന്റെ സന്തോഷമാണ്. Jesus is my joy. യേശു എന്റെ രക്ഷിതാവാണ്. Jesus is my Savior. പറഞ്ഞേ പറഞ്ഞേ. ಯೇಸು ನನ್ನ ಸಂತೋಷವಾಗಿದ್ದಾರೆ, ಯೇಸು ಸ್ವಾಮಿ ನನ್ನ ರಕ್ಷಕನಾಗಿದ್ದಾರೆ. சொல்லுங்கள், கரத்தை உயர்த்தி சொல்லுங்கள். இயேசுவின் ஆனந்தமாக இருக்கிறார், இயேசுவின் ரட்சகனாக இருக்கிறார். ಯೇಸು ಕ್ರಿಸ್ತನು ನನ್ನ ಸಂತೋಷವಾಗಿದ್ದಾರೆ,
ಯೇಸು ಕ್ರಿಸ್ತ ನನ್ನ ಸಂತೋಷವಾಗಿದ್ದಾರೆ. ಯೇಸು ಕ್ರಿಸ್ತ ನನ್ನ ರಕ್ಷಕನಾಗಿದ್ದಾರೆ. ನನ್ನ ಮಲಯಾളം എന്ന് പറഞ്ഞേ യേശു Say in Malayalam. യേശു എന്റെ സന്തോഷമാണ്. യേശു എന്റെ സന്തോഷമാണ്. യേശു എന്റെ രക്ഷിതാവാണ്. യേശു മസിഹേ യേശു മസിഹേ യേശു മസിഹേ ഹല്ലേലൂയ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. Lord bless all of you abundantly. അടുത്ത പ്രോഗ്രാമിലോട്ട് പോകാം. Let's go to the next program. എല്ലാ ദൈവമക്കളും ധാരാളമായി ദൈവം